നമസ്കാരം. ലേഡീസ് ബാൻഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേക്കിലെ കരവിരുതിൽ വരുമാന മാർഗം കണ്ടെത്തുകയാണ് വനിതാ സംരംഭകയായ രഞ്ജിത. രഞ്ജിതയുടെ അനീസ് കേക്ക് ഹോമിൽ പാകപ്പെടുത്തുന്ന രുചികരമായ കേക്കുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ച് സംരംഭകയായ രഞ്ജിത നമുക്കൊപ്പം ചേരുകയാണ് ഇന്ന്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രഞ്ജിത, സ്വാഗതം. താങ്ക് യു. രഞ്ജിത, ആദ്യം തന്നെ നഴ്സിംഗ് ജോലി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു സംരംഭകയാകാം എന്ന് തീരുമാനിച്ച ആ ഘട്ടം എന്തായിരുന്നു? ശരിക്ക് ഞാൻ നഴ്സായിട്ട് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴേക്കും എനിക്ക് വീട്ടിലെ കാര്യങ്ങളും ഡ്യൂട്ടി ടൈമും പിന്നെ നൈറ്റ് ഡ്യൂട്ടിയൊക്കെ ചെയ്യാനും കുഞ്ഞിനെ നോക്കാനും ഒക്കെ കുറേ ബുദ്ധിമുട്ടായിട്ട് തോന്നിയായിരുന്നു. അപ്പോഴായിരുന്നു ഞാൻ ആ ജോലി ഉപേക്ഷിച്ചത്. പിന്നെ കുറേ ഇയേഴ്സ് ഒന്നും ചെയ്യാതെ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോഴാ വീട്ടിൽ തന്നെ എന്ത് ചെയ്ത് നമുക്കൊരു വരുമാനം കണ്ടെത്താം എന്ന് വിചാരിച്ചിട്ട് പല ബിസിനസ്സുകളെക്കുറിച്ചും ചിന്തിച്ചായിരുന്നു. എന്നിട്ടാണ് പിന്നെ ഈ ഹോം മെയ്ഡ് കേക്ക്സിൻ്റെ ബിസിനസ്സിലേക്ക് വരുന്നത്. എന്താണ് കേക്ക് നിർമ്മാണം എന്നൊരു ഐഡിയ, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പലതും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാറുണ്ടായിരുന്നു. അങ്ങനെ പല പരീക്ഷണങ്ങൾ ചെയ്ത് നോക്കിയാണ് പിന്നെ കേക്ക് പരീക്ഷണത്തിലേക്ക് എത്തിയത്. അങ്ങനെയാണ് കേക്ക് പിന്നെ ബിസിനസ്സായിട്ട് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു കോവിഡ് ടൈമിലാണ് അല്ലേ ഒരു സംരംഭകയായി അല്ലെങ്കിൽ ഒരു സംരംഭമാക്കാം തൻ്റെ കേക്ക് നിർമ്മാണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് അല്ലേ? കോവിഡിൻ്റെ സമയത്ത് നമുക്ക് ഷോപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോഴേക്കും ഈ നെയ്ബേഴ്സൊക്കെ കേക്ക് ചോദിച്ചായിരുന്നു. അങ്ങനെ ചെയ്ത് കൊടുത്താണ് പിന്നെ അത് എനിക്ക് കാശ് കിട്ടാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഇതൊരു ബിസിനസ് ആയത്. അപ്പോൾ കോവിഡിൻ്റെ സമയമായത് കാരണം എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് ആ സമയത്ത് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നല്ല രീതിയിൽ ബിസിനസ് അങ്ങനെ പോകാൻ തുടങ്ങി. തീർച്ചയായും കോവിഡ് നമ്മളെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വലിയ വെല്ലുവിളിയുള്ള ഒരു കാലഘട്ടമായിരുന്നു. നമ്മൾ മാത്രമല്ല, ലോകത്താകെയും അങ്ങനെയായിരുന്നു എങ്കിൽ പോലും അത് ഗുണം ചെയ്ത കുറേയധികം ആളുകളുമുണ്ട്. കുറേയധികം സംരംഭകരെ കോവിഡ് കാലം നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ തന്നെ പരിചയപ്പെട്ട പലരും അത്തരം അനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോവിഡ് കാലത്ത് തിരിച്ചടി നേരിട്ട സംരംഭകരുണ്ട്, അല്ലെങ്കിൽ കൂടുതൽ കച്ചവടം നടന്ന സംരംഭകരുണ്ട്. ഭക്ഷ്യവസ്തുക്കൾ അതിൻ്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊയ്ത്ത് കാലമായിരുന്നു കോവിഡ് കാലം എന്ന് തന്നെ പറയാം. ഹോട്ടലുകൾക്കൊക്കെ അടച്ചിടുമ്പോൾ പോലും മറ്റു വിധത്തിൽ ഈ കേക്ക് നിർമ്മാണം, ബേക്കറികളിലേക്കുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ നിർമ്മാണം നടത്തിയിരുന്നവർക്ക് കോവിഡ് കാലം വലിയ രീതിയിലുള്ള അനുഗ്രഹമായി മാറി. അന്ന് ഒരുപക്ഷെ രഞ്ജിത, അന്നൊക്കെ ഈ ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കേണ്ടി വന്നവർ, ലോക്ക്ഡൗൺ ടൈമിലൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കേണ്ടി വന്നവർക്കൊക്കെ രഞ്ജിതയെ പോലെയുള്ള വീട്ടിൽ കേക്ക് നിർമ്മിക്കുന്നവർ വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ടാവില്ലേ? അതുതന്നെ ആയിരിക്കും ആ സംരംഭകത്തിൻ്റെ ഇതൊരു സംരംഭമാക്കാം, വരുമാന മാർഗമാക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് നയിച്ചതും അല്ലേ? ശരിക്കും ഞാൻ തുടങ്ങിയതൊരു നല്ല സമയത്തായിരുന്നു. അപ്പം എനിക്ക് കുറേ ഓർഡേഴ്സ് വരുമായിരുന്നു. അടുത്തുള്ള ആൾക്കാർ തന്നെ. ഇപ്പോൾ റോഡിലൊക്കെ എല്ലാവർക്കും ഇറങ്ങി പോകാൻ പറ്റത്തില്ലായിരുന്നല്ലോ ആ സമയത്ത്. ഷോപ്പുകളും ഇല്ലായിരുന്നു. അപ്പോഴേക്കും നിയറായിട്ടുള്ള ആൾക്കാർ അവിടെ നിന്ന് തന്നെ എനിക്ക് കുറേ ഓർഡേഴ്സ് കിട്ടുന്നുണ്ടായിരുന്നു. ഇതിൽ പേഴ്സണലായിട്ട് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ, ഈ കോവിഡ് കാലത്ത് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാതെ വീട്ടിലിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നല്ലോ. അന്ന് എപ്പോഴും നമ്മൾ ഈ യൂട്യൂബും റീൽസും ഒക്കെ കണ്ട് എൻ്റെ മോള് വരെ കേക്കുകൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. കൂടുതൽ പരീക്ഷണങ്ങൾ നമ്മളുടെ അടുക്കളയിൽ നടന്ന കാലം കൂടിയാണ്. ഇവിടെ ഇപ്പോൾ ഞാൻ രഞ്ജിത തന്ന വീഡിയോകൾ നോക്കുമ്പോൾ കണ്ടു, സ്റ്റൗവിലാണ് രഞ്ജിത ചിലത് മേക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ അന്ന് കോവിഡ് കാലത്ത് വീട്ടുകളിൽ ഓവനൊന്നും ഇല്ലാത്തവർ പോലും കേക്കുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പരീക്ഷണം നടത്തിയിരുന്ന കാലമാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ മകൾ ഉൾപ്പെടെ ആ രീതിയിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. പക്ഷേ ഇതൊരു ബിസിനസ് സംരംഭവുമായി മാറിയിട്ടും അതേ രീതി തന്നെയാണോ രഞ്ജിത തുടരുന്നത്? അതെ, എനിക്ക് സാധാരണ ഇപ്പോൾ ക്രീം കേക്ക് ചെയ്യാനായിട്ട് എനിക്ക് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം വരാറില്ല. അപ്പോൾ എനിക്ക് സ്റ്റൗ ടോപ്പിൽ തന്നെ എനിക്ക് ബേക്ക് ചെയ്യുന്നതാണ് കുറേ കൂടി ഇഷ്ടം. നല്ല സോഫ്റ്റായിട്ട് സ്പോഞ്ച് കിട്ടുന്നത് സ്റ്റൗ ടോപ്പിൽ വെച്ച് ചെയ്യുമ്പോഴാണ്. ഓവനിൽ വെച്ച് ചെയ്യേണ്ടുന്നതായിട്ടുള്ള കേക്കുകളുണ്ട്. ഇപ്പം പ്ലം കേക്ക്, അല്ലെങ്കിൽ ബട്ടർ കേക്ക്, ഗീ കേക്ക്, അങ്ങനെയുള്ള പിന്നെ കപ്പ് കേക്ക്സ്, ഇതൊക്കെ നമ്മൾ ഓവനിൽ വെച്ച് തന്നെ ബേക്ക് ചെയ്താലേ നല്ലതായിട്ട് വരത്തുള്ളൂ. അത് രണ്ടിലെയും വ്യത്യാസം എന്താ? ടോപ്പിൽ നമുക്ക് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ വരണമല്ലോ, പേസ്റ്റിംഗ് വരാത്ത ഇനം കേക്കുകൾ. അതെ, പേസ്റ്റ് ക്രീം ചെയ്യേണ്ടത് അല്ലാത്ത കേക്കുകളെല്ലാം ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. ക്രീം ചെയ്യുന്ന കേക്കുകളെല്ലാം സ്റ്റൗ ടോപ്പിലാണ് ഞാൻ വലിയ കടായി വെച്ചിട്ട് അതിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കേക്കുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം വരുന്ന ബർത്ത്ഡേ കേക്കുകൾ ആണ്. ഇതുപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടൊക്കെ ചെയ്യുന്ന കേക്കുകൾ പ്രധാനം ബർത്ത്ഡേ കേക്കുകളാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് നോക്കിയാൽ മോളുടെ ബർത്ത്ഡേ വരുമ്പോൾ ഏറ്റവും
ടാസ്ക് എന്ന് പറയുന്നത് ഒരു കേക്ക് സെലക്ട് ചെയ്യുക എന്നതാണ്. അപ്പോൾ ഓരോ വർഷവും ഓരോ തരത്തിലുള്ള കേക്കുകളായിരിക്കും, ഡിസൈൻ വൈസ് ആയാലും അല്ലെങ്കിൽ ഫ്ലേവർ ആയാലും ഒക്കെ മാറ്റങ്ങളും പലതരം കേക്കുകളുടെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ രഞ്ജിതയോട് ആവശ്യപ്പെടുന്നത്? ബർത്ത്ഡേ കേക്കുകൾ തന്നെയാണോ? ബർത്ത്ഡേ കേക്കുകളിൽ ഇപ്പോൾ എല്ലാവർക്കും സാധാരണ കേക്കുകൾ വേണ്ട, അത് നമുക്ക് ഷോപ്പിൽ ഒത്തിരി കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഓരോ കാർട്ടൂൺ തീം, ഇപ്പം സ്പൈഡർമാൻ തീം, അല്ലെങ്കിൽ മിനിയൻ തീം, കട്ടൂരി കാർട്ടൂൺ തീം, അങ്ങനെയുള്ള യൂണിക്കോൺ തീം, അങ്ങനെയുള്ള തീം കേക്കുകളാണ് ആൾക്കാർക്ക് വേണ്ടത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഹോം ബേക്കേഴ്സിനെ തന്നെ അവർ അപ്രോച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. തീം കേക്ക് ചെയ്യാനും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടം തീം കേക്കുകൾ ചെയ്യാൻ? തീം കേക്കുകൾ ചെയ്യാനാണ് ഇഷ്ടം. അതാകുമ്പോൾ നമുക്ക് കുറേ അതിൽ ചെയ്യാനായിട്ടുണ്ട്, ക്രിയേറ്റീവായിട്ട് കുറേ നമുക്ക് ചെയ്യാനായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ബർത്ത്ഡേ തീം കേക്കൊക്കെ ചെയ്യാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. നമുക്ക് 2-3 ദിവസത്തെ ജോലി ഉണ്ടെങ്കിലും ആ ഒരു തീമിൽ നമുക്കിപ്പം കേക്ക്സിക്കിൾസ്, കേക്ക് പോപ്സ്, കപ്പ് കേക്ക്സ് എല്ലാം ആ ഒരു തീമിൽ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്, സന്തോഷമുള്ള കാര്യമാണ്. ഇതിൽ തീം കേക്കുകളുടെ കാര്യം പറയുമ്പോൾ തന്നെ ആളുകൾ, നമ്മളുടെ നാട്ടിലുള്ളവർ അല്ലെങ്കിൽ രഞ്ജിതയെ സമീപിക്കുന്നവർ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത് എന്താണ്? ഈ കാർട്ടൂൺ കഥാപാത്രങ്ങൾ, അത് കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും താല്പര്യം അത്തരം കേക്കുകളോടായിരിക്കും. കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ചാണോ അതോ പേരൻസ് അവരുടെ ഇഷ്ടത്തിന്? എങ്ങനെയാണ് നിങ്ങൾക്ക് വരുന്ന ഓർഡറുകൾ? ഇല്ല, പലരും പറയുന്ന ഇപ്പം 2 വയസ്സായ 3 വയസ്സായ കുട്ടികളൊക്കെ അവർ കാണുന്ന കാർട്ടൂൺ ആ ക്യാരക്ടേഴ്സ് വെച്ചിട്ടായിരിക്കും ചെയ്യാൻ പറയുന്നത്. ചില ആൾക്കാർ എഡിബിളായിട്ട് കഴിക്കാൻ പറ്റുന്നത് തന്നെ ചെയ്യാൻ പറയാറുണ്ട്. ഇപ്പം ജംഗിൾ തീമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പൂച്ചക്കുട്ടികളെ ഇഷ്ടമാണ്, അപ്പോൾ പൂച്ച വെച്ചിട്ട് വേണം, ടെഡി ബെയർ ഇഷ്ടമാണ്, അപ്പോൾ ടെഡി ബെയർ വെച്ചിട്ട് കേക്ക് വേണം. അങ്ങനെയൊക്കെ കുട്ടികളുടെ ഇഷ്ടം അനുസരിച്ചിട്ടാണ് നമ്മളോട് കേക്ക് ഈ തീമിൽ വേണം എന്ന് പറയുന്നത്. തീർച്ചയായും രഞ്ജിത, ഇങ്ങനെ പറയുമ്പോൾ പോലും വലിയ മത്സരമുള്ള ഫീൽഡ് കൂടിയാണ് അല്ലേ? ലക്ഷങ്ങളുടെ അല്ലെങ്കിൽ കോടികളുടെ ബിസിനസ് നടക്കുന്ന ഇടമാണ് ഈ ഹോം മെയ്ഡ് കേക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ. നമുക്ക് സമീപത്തൊക്കെ തന്നെയുള്ള ബേക്കറികളിലും വേണമെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് കേക്കുകൾ അവൈലബിൾ ആകുന്ന വളരെ പ്രൊഫഷണലായിട്ട് ഒക്കെയുള്ള ആളുകൾ ഉള്ള ഇടങ്ങൾ, ബേക്കറികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ മത്സരം നേരിടേണ്ടി വരത്തില്ലേ നിങ്ങൾക്ക്? ശരിക്ക് ഇപ്പം നമ്മുടെ ഒത്തിരി കേക്ക്സ് വിൽക്കുന്ന ഷോപ്പുകളുണ്ട്. പല കളറിലും പല ഡിസൈൻസിലും ഒക്കെ കേക്കുകൾ ഇഷ്ടം പോലെ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ചെയ്യുന്ന കേക്ക് എന്ന് പറയുന്നത് കസ്റ്റമറിന് എന്താണോ ആവശ്യം, അവരുടെ ആവശ്യം അനുസരിച്ചിട്ട് ആണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ മധുരം കുറച്ച് വേണം, ചില ആൾക്കാർ പറയും മധുരം വളരെ കുറച്ച് മതി, ക്രീം വളരെ കുറച്ച് മതി, അല്ലെങ്കിൽ ഇപ്പം മുട്ട അലർജിയാണ്, നട്ട്സ് അലർജിയാണ്, ഫുഡ് കളർ ചേർക്കുകയേ ചെയ്യരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന ഓർഡേഴ്സ് ആണ് ഞാൻ കൂടുതലും ചെയ്യുന്നത്. അവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതുപോലെ മധുരമൊക്കെ കുറച്ചിട്ട് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഞാൻ ഫ്രഷായിട്ട് ബേക്ക് ചെയ്ത് കേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇപ്പോൾ രഞ്ജിത കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു കേക്ക് നിർമ്മിക്കുമ്പോൾ ഓരോരുത്തരുടെ ആവശ്യം അറിഞ്ഞുകൊണ്ടായിരിക്കും അതിന്റെ ബാറ്റർ നിർമ്മിക്കുന്നത്. അതേസമയം വലിയ ബേക്കറികളിലാണെങ്കിൽ ഈ ബാറ്റർ എല്ലാത്തിനും സെയിം ആയിരിക്കുമോ? അതുകൊണ്ട് ആ രീതിയിലുള്ള കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ചെയ്യാൻ കഴിയില്ല. അതെ, എല്ലാവരും പോയി ഷോപ്പിൽ നോക്കിയിട്ട് ആ ഒരു അതിൽ പേരെഴുതി വാങ്ങുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ക്രീം വേണ്ട, മധുരം കുറവ് മതി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഷോപ്പിലൊക്കെ തീം കേക്ക്സ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുമാതിരി അവരുടെ ആവശ്യം, ഇപ്പം സോക്ക് ചെയ്യേണ്ട, ഒത്തിരി ഷുഗർ സിറപ്പ് ഒഴിച്ച് സോക്ക് ചെയ്യേണ്ട, അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ, കളർ ചേർക്കണ്ട എന്നുള്ള ആവശ്യങ്ങളൊന്നും അവർക്ക് മീറ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായും നമ്മൾ ഇപ്പോൾ എത്ര ക്രീം കുറച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മേടിച്ചു വരുമ്പോൾ അതിൻ്റെ മേക്കിങ്ങിന് അത്രയും വേണ്ടി വരും അല്ലേ എന്നായിരിക്കും അവർ പറയുന്ന മറുപടി. ഒരുപാടൊന്നും കുറയ്ക്കാൻ പറ്റില്ല എന്ന രീതിയിൽ. അപ്പോൾ ക്രീമിൻ്റെയൊക്കെ അമിത ഉപയോഗം ഈ രീതിയിൽ വലിയ ബേക്കറികളെയൊക്കെ സമീപിക്കുമ്പോൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ആരോഗ്യത്തിന്, നമ്മളുടെ ഇഷ്ടത്തിന് അനുസരിച്ചുള്ള കേക്കുകൾ ഉണ്ടാക്കുന്നു എന്നതാണ് ഈ ഹോം മെയ്ഡ് കേക്കുകളെ പ്രത്യേകതയുള്ളതാക്കുന്നത്. അവിടേക്ക് ആളുകൾ കൂടുതൽ എത്താനുള്ള കാരണവും ഇതുകൊണ്ട് തന്നെയാണ്. ഒരുപാട് തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഇപ്പോൾ ഒരു വീട്ടിലൊരു ഫംഗ്ഷൻ ആണെങ്കിൽ എല്ലാ ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കേക്ക് ആയിരിക്കണം. അങ്ങനെയുള്ള ഇടത്താണ് നിങ്ങളുടെ ബിസിനസ് ഇങ്ങനെ വളർച്ച
തേടുന്നത് അല്ലേ? അതെ അതെ. ഇപ്പം 2 കുട്ടികളൊക്കെ ഉള്ള പാരൻസ് ആണെങ്കിൽ 2 കുട്ടികൾക്കും 2 ഫ്ലേവർ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ആ 2 ഫ്ലേവറും ഒരു കേക്കിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ 2 തീം ഒരു കേക്കിൽ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഹോം മെയ്ഡ് കേക്ക്സ് നമുക്ക് ഈ ഹോം ബേക്കേഴ്സിനായിരിക്കും അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. അങ്ങനെ അവരുടെ ആവശ്യം 2 ഫ്ലേവർ ഒരു കേക്കിൽ വരുമ്പോൾ അത് നിങ്ങൾ പോർഷൻ തിരിച്ച് അങ്ങനെ രണ്ടായിട്ട് ഇപ്പൊ 2-in-1 കേക്ക് ആകുമ്പോൾ ഒരു സൈഡിൽ ഒരു ഫ്ലേവർ അങ്ങനെ 2 സൈഡിലും ചെയ്യും. ചിലപ്പം ലെയേഴ്സ് ആയിട്ടും ചെയ്യാറുണ്ട്. മേലെയും താഴെയും വേറെ ഫ്ലേവേഴ്സ് വെച്ചിട്ട് ഇപ്പം ചോക്ലേറ്റും വാനിലയും അങ്ങനെ വെക്കുകയോ അല്ലെങ്കിൽ 2-in-1 കേക്കായിട്ടോ ഒക്കെ ചെയ്തു കൊടുക്കാറുണ്ട്. ഇപ്പോൾ പലതരത്തിലുള്ള കേക്കുകൾ അവൈലബിൾ ആണ്. റെഡ് വെൽവെറ്റ്, ബ്ലാക്ക് ഫോറസ്റ്റ്, വൈറ്റ് ഫോറസ്റ്റ്, വാഞ്ചിയോ അങ്ങനെ പറഞ്ഞ് പല തരത്തിലുള്ള ഫ്ലേവർ. ഏറ്റവും കൂടുതൽ ആളുകൾ തേടി വരുന്നത് ഏത് ഫ്ലേവറിനാണ്? ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ള കേക്ക് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ട്രഫിളാണ്. കൂടുതൽ ആൾക്കാർക്കും ചോക്ലേറ്റ് ആണ് ഇഷ്ടം എന്ന് തോന്നുക. അപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കേക്കാണ്. ചോക്ലേറ്റ് കേക്ക് മാത്രവുമല്ല അല്ലേ, ചോക്ലേറ്റ് ട്രഫിൾ എന്ന് പറയുമ്പോൾ ട്രഫിൾ ആകുമ്പോൾ ഫുൾ ചോക്ലേറ്റ് ആയിരിക്കും. അതെ, ലെയേഴ്സിലും ചോക്ലേറ്റ് ക്രീമും ചോക്ലേറ്റ് സ്പോഞ്ചും പിന്നെ ടോപ്പിൽ ഫുൾ കവർ ചെയ്യുന്നതും ഇത് ചോക്ലേറ്റ് ഗണാഷ് ഒഴിച്ചിട്ടായിരിക്കും. അതുപോലെ തന്നെ ചോക്ലേറ്റ് ഗാർണിഷും ഉണ്ടായിരിക്കും, ഡെക്കറേഷനും ചെയ്യാം. അപ്പോൾ ഫുൾ ചോക്ലേറ്റി ആയിരിക്കും. അത് കൂടുതലും ആളുകൾ അതാണോ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഫെററോ റോച്ചറിൻ്റെ ഒക്കെ കേക്കുകൾ കൂടുതലായും ആളുകൾ ചൂസ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിനൊക്കെ കൂടുതൽ വിലയുമാണ്. അപ്പോൾ അതാണോ ആളുകളുടെ താല്പര്യം ആ നിലയിലേക്ക് മാറിയിട്ടുണ്ടോ? ഫെറോറോ റോഷർ കേക്കൊക്കെ ഓർഡർ വരാറുണ്ട്. കുറച്ച് അത് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കാണ്. ഇപ്പം ചോക്ലേറ്റ് ഓവർലോഡഡ് അല്ലെങ്കിൽ ഫെറോറോ റോഷർ, റഫല്ലോ ചോക്ലേറ്റ് കേക്ക്, കിറ്റ്കാറ്റ് ചോക്ലേറ്റ്, അതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു കേക്കാണ്. പക്ഷേ ചോക്ലേറ്റ് റഫിളും ചോക്ലേറ്റ് കൂടുതൽ കുട്ടികൾക്കും ഇഷ്ടം ചോക്ലേറ്റ് ആണ്. അതുകൊണ്ടാണ് കൂടുതൽ ഓർഡേഴ്സ് ചോക്ലേറ്റ് ട്രഫിളിന് വരുന്നത്. തീർച്ചയായും നമ്മളിപ്പോൾ കാണുന്നത് ഒരു ചെസ് അല്ലേ, ചെസ്സിൻ്റെ മോഡലിലുള്ള ഒരു കേക്കാണ്. കളേഴ്സ് അല്പം ഡിഫറെൻ്റ് ആണ് എന്നത് മാത്രം അല്ലേ. കുറച്ചുകൂടി ഡാർക്ക് ചോക്ലേറ്റ് ആയിരുന്നെങ്കിൽ എക്സാക്ട്ലി നമുക്കത് കിട്ടിയേനെ. ഇത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തതാണോ? അതെ, അവർക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇങ്ങനെയുള്ള ഒരു വുഡിൻ്റെ കളറിൽ വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതാണ് അങ്ങനത്തെ കളറിൽ ചെയ്തത്. ഇതൊരു ചെസ് അക്കാഡമിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു കേക്കായിരുന്നു. ഓക്കെ, ഈ ഇങ്ങനെയും ചെസ് ബോർഡുകൾ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ കോമൺലി കാണുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണ്. വേണമെങ്കിൽ അതും പോസിബിൾ ആണ് അല്ലേ? ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതേ കളറിൽ തന്നെ നമുക്കത് അതായിരുന്നു കുറച്ചുകൂടി ചെയ്യാൻ എനിക്ക് ഈസി ആയിരുന്നത്. പക്ഷെ അവർ പറഞ്ഞായിരുന്നു, കസ്റ്റമർ പറഞ്ഞായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ആ കളറിൽ ചെയ്തത്. ഇത് ഏത് ഫ്ലേവറിലാണ് ചെയ്തിരിക്കുന്നത്? ഇത് ചോക്ലേറ്റ് ഫ്ലേവർ തന്നെയായിരുന്നു. ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ചെയ്തത്. ഏതായാലും ഈ കേക്കുകൾ അതിൻ്റെ ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. നമ്മൾ കളറുകൾ പലതരത്തിലുള്ള ഈ തീം കേക്കുകൾ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് കളേഴ്സിൻ്റെയൊക്കെ യൂസ് വരും. അപ്പം ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിലുള്ള കളർ യൂസ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞതുപോലെ ഷുഗറിൻ്റെയൊക്കെ ഉപയോഗം വളരെ കൂടുതലാണ് കേക്കുകളിലൂടെ. നമ്മൾ പോലും അറിയാതെ അത്രയും ഷുഗർ നമ്മൾ കൺസ്യൂം ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് ഈ ക്വാളിറ്റി ഉറപ്പാക്കാൻ, കൂടുതൽ ഹെൽത്തി ആക്കാൻ രഞ്ജിത പ്രയോഗിക്കുന്ന മാർഗങ്ങൾ? എൻ്റെ കേക്കിനെല്ലാം പൊതുവേ മധുരം കുറവാണ്. ഒത്തിരി കസ്റ്റമേഴ്സ് പറഞ്ഞിട്ടുണ്ട് നമുക്ക് മടുപ്പ് വരത്തില്ല, ഇത് കഴിക്കുമ്പോഴേക്കും മടുത്തു പോകത്തില്ല മധുരം കാരണം. ക്രീം വളരെ കുറച്ച് ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. അപ്പോൾ മടുത്തു പോകത്തില്ല എന്ന് പറയാറുണ്ട്. മധുരം കറക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ നമ്മൾ ഈ ലോക്കൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യത്തില്ല. ക്വാളിറ്റിയുള്ള നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ജെൽ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട്സും ചോക്ലേറ്റിൻ്റെ കോമ്പൗണ്ട്സും മെറ്റീരിയൽസ് എല്ലാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ റേറ്റ് കുറച്ച് ഉള്ള സാധനങ്ങളൊന്നും അങ്ങനെ വാങ്ങാറില്ല. ഇപ്പം മൈദ ആണെങ്കിലും അങ്ങനെ ലൂസായിട്ട് അങ്ങനെ തൂക്കി മേടിക്കുന്ന അങ്ങനത്തെ അതൊന്നും മേടിക്കാറില്ല ഞാൻ. നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കളേഴ്സൊക്കെ 10 ml കളേഴ്സൊക്കെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പം അതിന് നല്ല റേറ്റുമാണ്. ആ കളേഴ്സൊക്കെയാണ് ഞാൻ കേക്കിൽ ഉപയോഗിക്കുന്നത്. തീർച്ചയായും ഇപ്പോൾ പണ്ടാണ് ഈ ഒരു ബർത്ത്ഡേ വരുമ്പോൾ മാത്രം കേക്ക് മേടിക്കുക, അല്ലെങ്കിൽ ഒരു ക്രിസ്മസിന് ഒരു കേക്ക്, ഈസ്റ്ററിന് ഒരു കേക്ക് എന്നൊക്കെ ഉള്ളത് പണ്ടായിരുന്നു. ഇപ്പോൾ ഡെസേർട്ടായിട്ടൊക്കെ മിക്കവാറും എപ്പോഴും വീടുകളിൽ കേക്കുകൾ സൂക്ഷിക്കുന്നവർ അല്ലെങ്കിൽ കഴിക്കുന്നവരൊക്കെ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ സാധ്യതകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടോ ഈ ആളുകളുടെ ഭക്ഷണ പ്രിയം മാറുമ്പോൾ തന്നെ?
ഇത് നമുക്ക് ബർത്ത്ഡേക്ക് മാത്രമല്ല കേക്ക് ഓർഡർ വരുന്നത്. ചില ആൾക്കാരിപ്പം ഞാൻ ഇങ്ങനെ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പം പുതിയ സീസണൽ ഫ്രൂട്ട്സ് വെച്ചിട്ടൊക്കെ കേക്ക് ചെയ്തിട്ട് ഇടുമ്പോഴേക്കും അത് ആൾക്കാർ ഒരു ഫങ്ഷൻ വരാതെ തന്നെ അവർ വാങ്ങാറുണ്ട്. ഇപ്പം ഫോട്ടോസ് ഇട്ടിട്ട് നമ്മളിത് ഓഫറൊക്കെ ഇടയ്ക്ക് വെക്കാറുണ്ട്. അപ്പോഴേക്കും നമുക്ക് ആൾക്കാർ അങ്ങനെ ഓർഡർ തരാറുണ്ട്. പിന്നെ ഇപ്പം ഡ്രീം കേക്കിൻ്റെ ഒക്കെ ഒരു ട്രെൻഡായിരുന്ന സമയത്തേക്കും ഡ്രീം കേക്ക് പല ഫ്ലേവേഴ്സിലൊക്കെ ആൾക്കാർ ഓർഡർ ചെയ്തിരുന്നു. അതൊന്നും ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടി വാങ്ങുന്നൊന്നും ആയിരുന്നില്ല എല്ലാവരും. നമ്മൾ ഓഫറൊക്കെ വെച്ചിട്ട് പോസ്റ്റൊക്കെ ചെയ്യുമ്പോഴേക്കും ആൾക്കാർ വാങ്ങുന്നതാണ്. ഈ പറഞ്ഞ പോലെ ആളുകൾ ഇപ്പോൾ ഓഫറൊക്കെ ഉണ്ട്, അപ്പോൾ അങ്ങനെ ആളുകൾ സമീപിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കറ്റിംഗ് പ്രധാനമായിട്ടും രഞ്ജിത നടത്തുന്നത്? ശരിക്ക് ഞാൻ ഫേസ്ബുക്ക് പേജ് വഴിയും ഇൻസ്റ്റാഗ്രാം പേജ് വഴിയും എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഇതിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടാണ് ഷോർട്ട് വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യും, ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും, പിന്നെ ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യാറുണ്ട് ഫോട്ടോസ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഓർഡേഴ്സ് വരുന്നത്, എന്നെ കോൺടാക്റ്റ് ചെയ്യുന്നത്. പിന്നെ വേറെ കേക്ക് മേടിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയും വരാറുണ്ട്. എത്ര സമയം മുൻപ് കേക്കിന് ഓർഡർ നൽകണം? ഞാൻ 24 hours മുന്നെങ്കിലും ഓർഡർ തരണം എന്നാണ് പറയുന്നത്. 1 day ബിഫോർ ഓർഡർ തരണം. കാരണം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് ക്രീം ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. ഒരു കേക്ക് ചെയ്യാൻ ഒരു 5 hours ടൈം വേണം. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ തന്നെ അതിന് കറക്റ്റ് ടേസ്റ്റ് വരത്തില്ല. പിന്നെ ബേക്കിംഗ് പൗഡറിൻ്റെ ബേക്കിംഗ് സോഡയുടെ ഒക്കെ ഒരു കുത്തലൊക്കെ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തലേ ദിവസം ഓർഡർ എടുത്തിട്ട് നമ്മൾ ക്രീമൊക്കെ ചെയ്ത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നെക്സ്റ്റ് ഡേ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഈ നേരത്തെ ഒന്നുവെച്ചാൽ 24 മണിക്കൂർ മുന്നേ, അപ്പോൾ എപ്പോഴെങ്കിലും പെട്ടെന്നൊരു കേക്ക് വേണമെന്ന് പറഞ്ഞാൽ രഞ്ജിതയെ സമീപിച്ചാൽ കേക്ക് കിട്ടുമോ? ശരിക്ക് രാവിലെ ഓർഡർ പറഞ്ഞിട്ട് ഉച്ചയ്ക്ക് വേണം വൈകിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട് ഇപ്പോൾ ഒരു നൈറ്റൊക്കെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അല്ലാതെ കേക്ക്സ് അവൈലബിൾ ആയിരിക്കുമോ? അങ്ങനെ ഇല്ല ഞാൻ ഒരിക്കലും കേക്ക് നേരത്തെ ചെയ്ത് വെക്കത്തേ ഇല്ല. എനിക്ക് ഓർഡർ തന്നതിന് ശേഷം അവരുടെ ആവശ്യം അനുസരിച്ചിട്ടാണ് ഞാൻ ബേക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കത് ചെയ്യാനുള്ളൊരു ടൈം ഉള്ള രീതിയിൽ മാത്രമേ ഞാൻ ഓർഡേഴ്സ് എടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ എനിക്ക് പറ്റത്തില്ല, ഈ പ്രാവശ്യം പറ്റത്തില്ല, ബുദ്ധിമുട്ടാണ് എന്ന് പറയാറുണ്ട്. ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം ഏതാണ്? ഈ ക്രിസ്മസ് കാലം, പ്ലം കേക്കുകളുടെ കാലമാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയം. അതെ, ഡിസംബറാണ് ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സമയം. ഡിസംബറിൽ ആ സമയത്താണ് പ്ലം കേക്ക്സിന് നമുക്ക് ഓർഡേഴ്സ് വരുന്നത്. അല്ലാത്ത സമയങ്ങളിലൊന്നും അങ്ങനെ പ്ലം കേക്ക്സിന് ഓർഡർ വരാറില്ല. അപ്പം പ്ലം കേക്ക്സിൻ്റെ ചെയ്യുന്ന ഒരു ഭയങ്കര തിരക്ക് തന്നെയായിരിക്കും ഡിസംബർ മാസത്തിൽ. പ്ലം ആവുമ്പോൾ അത് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യേണ്ടുന്ന സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഒരു വലിയ ക്വാണ്ടിറ്റി പ്രൊഡക്ഷൻ അങ്ങനെ നടത്തുമോ? ഇല്ല, ശരിക്ക് നമുക്ക് ആ സമയത്ത് ഷോപ്പിലൊക്കെ ഒത്തിരി പ്ലം കേക്ക്സ് അവൈലബിൾ ആണ്. പക്ഷേ അതിൻ്റെ റേറ്റ് നോക്കുമ്പോൾ ആൾക്കാർ എന്താ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റ് നോക്കത്തില്ല, റേറ്റാണ് നോക്കുന്നത്. അതിൻ്റെ ബോക്സ് കണ്ടിട്ട് അവർ സ്വയം അങ്ങ് തീരുമാനിക്കും അതൊരു 1 kg കേക്കാണെന്ന്. പക്ഷേ അതിൻ്റെ വെയിറ്റ് ചിലപ്പോൾ 400 grams ഒക്കെ കാണത്തുള്ളൂ. അതിനൊരു 300 rupees ആയിരിക്കും വില വരുന്നത്. അപ്പം നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ റമ്മിലൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു അങ്ങനെ ട്രഡീഷണലായിട്ട് ചെയ്യുന്ന ഒരു പ്ലം കേക്ക് ആകുമ്പോൾ നമുക്ക് റേറ്റ് കൂടുതലായിരിക്കും. അപ്പം പല കസ്റ്റമേഴ്സും ചോദിച്ചിട്ടുണ്ട്, ആ ഷോപ്പിൽ 1 kg കേക്ക് ഇത്ര റേറ്റല്ലേ ഉള്ളൂ, നിങ്ങൾക്ക് എന്താണ് ഇത്ര റേറ്റ് കൂടുതലെന്ന് പറയും. പക്ഷേ അത് ശരിക്ക് അതിൻ്റെ വെയിറ്റ് നോക്കാതെ അവർ വാങ്ങുന്നത് കൊണ്ടാണ് അത് മനസ്സിലാവാത്തതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്ലം കേക്ക് മറ്റു കേക്കുകളെ അപേക്ഷിച്ച് കൂടുതൽ ബുദ്ധിമുട്ടാണോ ഉണ്ടാക്കാൻ? കുറച്ച് ടൈം എടുക്കും അത് ചെയ്യാനായിട്ട്. നമുക്ക് കാരമൽ സിറപ്പൊക്കെ വേണം. എൻ്റെ കേക്കിൽ ഞാൻ കാരമൽ കളറൊന്നും യൂസ് ചെയ്യാറില്ല. വീട്ടിൽ തന്നെ കാരമലൊക്കെ ചെയ്തിട്ടാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് കുറച്ച് കൂടുതൽ, അതുപോലെ തന്നെ നമ്മുടെ കേക്കിന് ഒരു 1 kg വെയിറ്റ് വരാനായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന കേക്കിൻ്റെ ഡബിൾ ക്വാണ്ടിറ്റിയും വേണ്ടി വരും ഇത് ചെയ്യാൻ. അപ്പം ടൈം കൂടുതൽ ആണ് ഇത് കേക്ക് ചെയ്യാനായിട്ട്, പ്ലം കേക്ക് ചെയ്യാനായിട്ട്. കൂടുതൽ വരുമാനം ഉറപ്പാക്കാൻ പറ്റുന്നത് പ്ലം കേക്കിന്റെ വിൽപ്പനയിലൂടെയാണോ? അതോ അല്ല ഒരിക്കലും അല്ല. പ്ലം കേക്കിന് നമുക്ക് അതിന് നല്ലൊരു ലാഭം വരണമെങ്കിൽ നമുക്ക് അറിയാമല്ലോ, ഡ്രൈ ഫ്രൂട്ട്സിനും നട്ട്സിനും ഒക്കെ ഭയങ്കര റേറ്റ് ആണ്. അപ്പം നമ്മൾ ഒരു റിച്ച് പ്ലം കേക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് അത്രയും ക്വാണ്ടിറ്റി ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും അതിൽ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഷോപ്പിൽ കിട്ടുന്ന കേക്ക് പോലല്ല നമ്മൾ ചെയ്യുന്ന ഒരു ഇത് റിച്ച് പ്ലം കേക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ പറയുന്ന റേറ്റ് കിട്ടത്തുമില്ല, അത് ഒട്ടും ലാഭമല്ല.
ഇത് ശരിക്കും അങ്ങനത്തെ കേക്ക് ട്രഡീഷണൽ പ്ലം കേക്ക് വേണം എന്നുള്ള ആൾക്കാർക്കാണ് ഞാൻ കൂടുതൽ ചെയ്തു കൊടുക്കുന്നത്. പക്ഷേ അതിന് തന്നെ ഡിസംബറിൽ നല്ല ഓർഡേഴ്സ് വരാറുണ്ട് ആൾക്കാർ. ഇപ്പോൾ ഓരോ സെലിബ്രേഷന് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കേക്ക് ഓർഡർ ചെയ്യുക മാത്രമല്ല, അവിടെ പിന്നീട് ഡെക്കർ ഒക്കെ ചെയ്ത് അങ്ങനെയാണല്ലോ പല ആഘോഷങ്ങളും ഇപ്പോൾ നടക്കുന്നത്. അത് ബർത്ത്ഡേ പാർട്ടി ആയാലും ആനിവേഴ്സറി ആയാലും എന്തായാലും അങ്ങനെയാണല്ലോ ആ സെലിബ്രേഷൻസ് ഒക്കെ നടക്കുക. അപ്പോൾ അതൊരു പാക്കേജ് ആയിട്ട് ഏറ്റെടുത്ത് ചെയ്യാറുണ്ടോ? അത് അങ്ങനെ വരുന്നത് ശരിക്ക് ഈ ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക് ആയിരിക്കും അങ്ങനെ വരുന്നത്. അപ്പം നമ്മൾ ഒരു തീം അവർ തരും. അപ്പോൾ അതിൽ നമ്മൾ ഇത് കപ്പ് കേക്ക്സ്, കേക്ക്സിക്കിൾസ്, കേക്ക് പോപ്സ്, ഡോണറ്റ്സ് ഇത്രയും സാധനം ഞാൻ തന്നെ ചെയ്ത് ടേബിൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ സെറ്റ് ചെയ്തതാണ് അല്ലേ? ബ്ലൂ കളറിൽ കപ്പ് കേക്ക്സ് ഉൾപ്പെടെ. അതെ 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 അതൊരു ഫസ്റ്റ് ബർത്ത്ഡേ തീം കേക്ക് ആയിരുന്നു. ബോസ് ബേബി തീമിൽ ചെയ്തതായിരുന്നു അത്. ഇവിടെ ഇപ്പോൾ ഈ സ്വന്തം നിലയിൽ അത്യാവശ്യം വരുമാനമൊക്കെ കണ്ടെത്തി ആളുകളുണ്ട് വാങ്ങാൻ വലിയ രീതിയിൽ അത് മുന്നോട്ട് പോകുന്നു. യൂട്യൂബ് ചാനലുണ്ട്, അതിൻ്റെ നടത്തിപ്പ്. അപ്പോൾ ആകെ തിരക്കാണ്. എങ്കിൽ പോലും കൂടുതൽ വിപുലീകരിക്കണം തൻ്റെ ബിസിനസ് എന്നൊരാഗ്രഹമുണ്ടോ? അതിന് എന്താണ് മാർഗം തേടുന്നത്? ഇപ്പോൾ ബേക്കറികളുമായിട്ടൊക്കെയുള്ള ടൈപ്പ് ആ രീതിയിൽ ബിസിനസ് വളർത്താനാണോ, അതോ സ്വന്തം നിലയിൽ തന്നെ വലിയ രീതിയിൽ ഒരു മാറ്റം അല്ലെങ്കിൽ കുറച്ചുകൂടി വിപുലീകരിച്ചുകൊണ്ട് നടത്തണം എന്നതാണോ ആഗ്രഹം? നമുക്ക് ബേക്കറിയുമായിട്ട് ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർ നമുക്ക് ഭയങ്കര റേറ്റ് കുറച്ചായിരിക്കും പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന നമ്മൾ ഇത്രയും നല്ല ക്വാളിറ്റിയുള്ള കേക്ക് കൊടുക്കുമ്പോഴേക്കും അവർ അതിൽ നിന്ന് റേറ്റ് കുറച്ചാണ് ചോദിക്കുന്നത്. കാരണം അവർക്കും ഒരു ലാഭം എടുക്കണം. അപ്പം ഞാൻ ബേക്കറികളിൽ കൊടുത്ത് നോക്കിയിരുന്നു. പക്ഷേ എനിക്കത് റേറ്റ് അത്രയും കുറച്ച് കിട്ടുന്നതുകൊണ്ട് അത് ഞാൻ ഇപ്പം അങ്ങനെ ചെയ്യുന്നില്ല. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാനാണ് ഇഷ്ടം. അപ്പം എനിക്ക് എൻ്റെ രീതിക്ക് തന്നെ എനിക്ക് ചെയ്യാം. എനിക്ക് ഓർഡർ പറ്റുന്നില്ലെങ്കിൽ എടുക്കാതിരിക്കാം. അപ്പം എനിക്ക് സ്വന്തമായിട്ട് ചെയ്തു പോകാനാണ് ഇഷ്ടം. പിന്നെ ഒരു ബേക്കിംഗ് സ്റ്റുഡിയോ തുടങ്ങണം എന്നുള്ളതാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. ശരി, മറ്റു വിശേഷങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. श्री ओम बिरला രഞ്ജിതയുടെ കേക്ക് വിശേഷങ്ങളിലേക്കാണ്. രഞ്ജിത, കുക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങുന്നതിലേക്ക് വന്നത് എന്ന് സൂചിപ്പിച്ചുവല്ലോ. കേക്ക് മാത്രമേ കുക്ക് ചെയ്യുള്ളൂ, അതോ ഭാവിയിൽ മറ്റു ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭക്ഷ്യവസ്തുക്കൾ കൂടി നിർമ്മിക്കുന്ന വലിയൊരു യൂണിറ്റാണോ ആഗ്രഹം? അങ്ങനെയില്ല. എനിക്ക് കേക്കിൽ തന്നെ ഞാൻ കേക്ക് പുഡിംഗ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. പുഡിങ്, ഗീ കേക്ക്, ബട്ടർ കേക്ക്, മാർബിൾ കേക്ക്, ഡോണറ്റ്സ് അങ്ങനെയൊക്കെ. പിന്നെ ഇടയ്ക്കൊക്കെ സ്നാക്സ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അല്ലാതെ വേറെ ഒന്നും ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഈ ബേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാനാണ് കുറച്ച് ഇഷ്ടം. ക്യാരറ്റ് കേക്കൊക്കെ ആളുകൾ കൂടുതൽ താല്പര്യപ്പെടുന്ന ഇനമാണല്ലോ. അതെ 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 ക്യാരറ്റ്, ഡേറ്റ്സ് ആൻഡ് നട്ട്സ് കേക്ക് ചെയ്യാറുണ്ട്. അതിന് കൂടുതൽ ഓർഡേഴ്സ് വരാറുണ്ട്. ക്യാരറ്റ്, ഡേറ്റ്സ് ആൻഡ് നട്ട്സ് കേക്ക്. ഇവിടെ ഇപ്പോൾ കാണുന്ന വീഡിയോയിലൊക്കെ രഞ്ജിതയെ മാത്രമേ കാണുന്നുള്ളൂ. ഇതിൻ്റെ എല്ലാ മേഖലയിലും ഒറ്റയ്ക്കാണോ? അതെ, എനിക്ക് ഈ മോള് സഹായിക്കും. മോള് സഹായിക്കുമായിരുന്നു. ഇപ്പോഴ് മോള് 10th കുറച്ച് സഹായിക്കുന്നില്ല. മറ്റത് വീഡിയോ എടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതും കേക്ക് പാക്ക് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നത് മോളാണ്. ബാക്കി വേറെ ഓർഡർ കിട്ടിയാൽ ഹോം ഡെലിവറി ആണോ അതോ? ഹോം ഡെലിവറി ആണ്. ഹോം ഡെലിവറി ഉണ്ടെങ്കിലാണ് നമുക്ക് പലപ്പോഴും ഓർഡർ കിട്ടുന്നത്. ആരും തന്നെ വന്നെടുക്കാറില്ല. അപ്പം കുറച്ച് ആപ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആപ്പ് വഴി കൂടെ ഡെലിവറി ചെയ്യും. പക്ഷെ പല കേക്കും നമുക്ക് അങ്ങനെ ഒരു ഡെലിവറി ബോയുടെ കയ്യിൽ ബൈക്കിൽ കൊടുത്തു വിടാൻ പറ്റത്തില്ല. ഇപ്പോൾ ബാഗിൽ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളതൊക്കെ ഞാൻ തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത്. സ്കൂട്ടർ ആൻഡ് കാർ ഡെലിവറി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പരിപാടിയും സ്വന്തം നിലയിലാണ്. അതെ അതെ. ഫാമിലിയുടെ സപ്പോർട്ട് എത്രമാത്രമുണ്ട്? ഫാമിലി എല്ലാവരും നല്ല സപ്പോർട്ടാണ്. എല്ലാവർക്കും ഞാനിതൊക്കെ ചെയ്യുന്നതിൽ ഞാൻ
ഒന്നും ചെയ്യാതിരിക്കുന്നില്ല, ജോലി വിട്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നില്ല. ഇങ്ങനെ ബിസിനസ് ചെയ്യുന്നതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്, സപ്പോർട്ടുമാണ്. ഹസ്ബൻഡ് പിന്നെ കൂടെയില്ല, ഹസ്ബൻഡ് മാൽദീവ്സിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഹസ്ബൻഡിൻ്റെ പാരൻസ് ഉണ്ട്, അപ്പം അവരൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. പിന്നെ മോളാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് തന്നെ. ഈ എൻ്റെ ബിസിനസ്സുമായിട്ടൊക്കെ കുറേ ഹെൽപ്പ് ചെയ്യുന്നത് മോള് തന്നെയാണ്. ഈ കുട്ടികളൊക്കെയുള്ള വീട്ടിൽ കേക്ക് ഉണ്ടാക്കുക അല്ലെങ്കിൽ തീരുന്നിടം വരെ ഇങ്ങനെ കഴിക്കുക എന്നതാണല്ലോ. ഈ ബിസിനസ് തുടങ്ങുമ്പോൾ മോള് കുഞ്ഞായിരിക്കുന്ന സാഹചര്യമായിരിക്കും. എങ്ങനെയാണ് അതൊക്കെ മാനേജ് ചെയ്തത്? ഇല്ല, മോൾക്ക് ഒത്തിരി മധുരം കഴിക്കുന്ന ഇഷ്ടമല്ല. മോള് കേക്കൊന്നും കഴിക്കാറില്ല, ഒരു കേക്കും തന്നെ മോള് കഴിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടേ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വേണമെന്ന് പറയോ അല്ലെങ്കിൽ കഴിക്കണമെന്ന് പറയോ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. വേണമെന്ന് പറയുമ്പം ചോക്ലേറ്റ് ട്രഫിൾ ഇടയ്ക്ക് വേണമെന്ന് പറയുമ്പം ഞാൻ മോൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി കൊടുക്കുക, അല്ലാതെ വേറെ ഒന്നും തന്നെ വേണമെന്ന് മോള് പറയാറില്ല. ഇപ്പോൾ പുതു സംരംഭകരോട് എന്താണ് രഞ്ജിതയ്ക്ക് പറയാനുള്ളത്? ഈ ഒരു സംരംഭം അത് കോവിഡിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങി അതൊരു വരുമാന മാർഗം ആക്കാൻ കഴിഞ്ഞ വ്യക്തിയാണല്ലോ രഞ്ജിത. അപ്പോൾ പുതുതായി വരുന്ന അല്ലെങ്കിൽ കേക്ക് നിർമ്മാണ യൂണിറ്റ് തന്നെ ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട് എന്താണ് പറയുന്നത്? എത്ര മുതൽ മുടക്ക് വേണ്ടി വരും? എങ്ങനെയാണ് ആ ഒരു അനുഭവം അവർക്ക് വഴി തുറക്കാനായി പങ്കുവെക്കുക? നമുക്കിപ്പോൾ കേക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് നമുക്ക് കുറേ ഒരു എമൗണ്ട് വെച്ചിട്ട് ചെയ്യണം എന്നില്ല. ഇപ്പം നമുക്ക് ഓവൻ മേടിക്കാനാണെങ്കിൽ നല്ലൊരു എമൗണ്ട് ആവും. പക്ഷെ അത് നമുക്കിപ്പം ബേക്ക് ചെയ്യാനായിട്ട് ആ ഒരു ഓവൻ തന്നെ വേണമെന്നില്ല. ക്രീം കേക്ക്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റൗ ടോപ്പിൽ ചെയ്യാൻ പറ്റും. പിന്നെ അത്യാവശ്യം കേക്ക് ടിന്നും ഒക്കെ മേടിച്ചിട്ട് നമുക്ക് ബിസിനസ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ആണ് ഞാൻ ഓരോന്ന് വാങ്ങിയത്. ഇപ്പോൾ ഓരോ ഓർഡർ വരുമ്പോഴേക്കും 1/2 കിലോ കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ ഞാൻ ആ ഒരു ടിൻ മേടിക്കുമായിരുന്നു. ഇപ്പോൾ 1 കിലോ കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ അതിൻ്റെ സൈസിനുള്ള ടിന്ന്. അങ്ങനെ ഞാൻ കുറച്ചായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം മേടിച്ചത്. അല്ലാതെ ഒരു ബൾക്കായിട്ട് എല്ലാ സാധനങ്ങളും മേടിച്ച് വെച്ചിട്ടല്ല ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. ഈ ബിസിനസ് തുടങ്ങാൻ ശരിക്കും ഭയങ്കര ഈസിയാണെന്ന് തോന്നുന്നു. അത്രയും ഒരു വലിയൊരു എമൗണ്ടിൻ്റെ ആവശ്യമില്ല. തീർച്ചയായും നമുക്ക് വീട്ടിൽ കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ, അത് വേണമെങ്കിൽ ഒരു ബിസിനസ്സാക്കി തന്നെ നിങ്ങൾക്ക് വിപുലീകരിക്കാൻ കഴിയും എന്നതാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് രഞ്ജിത നമുക്ക് പറഞ്ഞു തരുന്നത്. എന്തായാലും അടുത്തുള്ളവർക്കും കൂട്ടുകാർക്കുമൊക്കെ കേക്ക് നിർമ്മിച്ച് കൊടുത്ത് തുടങ്ങിയ സംരംഭം ഇപ്പോൾ തനിക്കൊരു വലിയ വരുമാന മാർഗമായി തന്നെ എത്തുന്നതിൻ്റെ സന്തോഷത്തിലാണ് രഞ്ജിത നമുക്കൊപ്പം ചേർന്നത്. രഞ്ജിത, എല്ലാവിധ ആശംസകളും. ഒരു എക്സ്ക്ലൂസീവ് കേക്ക് ബേക്കറി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇനി മറ്റ് സംരംഭകരുടെ വിശേഷങ്ങളുമായി അടുത്ത ദിവസം കാണാം. നമസ്കാരം.